Hi everyone, welcome to my channel. Today I am going to discuss regarding OET reading part A. Let's start. ഞാനൊരു റീഡിംഗ് പാർട്ട് എ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതാരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ബേൺസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെറ്റീരിയലിലോട്ട് കിടക്കാം. ടെക്സ്റ്റ് എ എന്ന് പറയുമ്പോഴത്തേക്ക് ബേൺ ഡെപ്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു സെൻറ്റൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വായിച്ചു പോകാം. ബേൺ ഇഞ്ചുറീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഹൗ മച്ച് ടിഷ്യൂ ഡാമേജ് ഈസ് പ്രസൻറ്റ്. അപ്പം ബേൺ ഇഞ്ചുറീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രത്തോളം ടിഷ്യൂ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് തന്നിരിക്കുന്നത് സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി, ഫുൾ തിക്നെസ് ബേൺസ് ഓൾസോ നോൺ ആസ് തേർഡ് ഡിഗ്രി, മിക്സഡ് ഡെപ്ത് ബേൺസ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ടെക്സ്റ്റ് എ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി മോൺ ടു ടെക്സ്റ്റ് ബി. ടെക്സ്റ്റ് ബിയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് റെസിസിറ്റേഷനെ പറ്റിയാണ്. അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് സജസ്റ്റഡ് റെജിം ഫോർ ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ, അതിൽ അഡൾട്ടിന് എങ്ങനെയാണ്, ചിൽഡ്രനിൽ എങ്ങനെയാണെന്ന് പറയുന്നു. ഇനി നമ്മൾ മോൺ ടു ടെക്സ്റ്റ് സി, മാനേജ്മെൻറ്റ് ഓഫ് ബേൺസ്. ബേൺസിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് സിയിൽ പറയുന്നത്. ടെക്സ്റ്റ് ഡി എന്ന് പറയുമ്പോൾ അഡൾട്ട് അനാൽജസിസ് ഗൈഡ് ലൈൻസ്. അനാൽജസിക് ഗൈഡ് ലൈൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പെയിൻ സ്കോർ എലിസിറ്റഡ് ഫ്രം പേഷ്യൻ്റ് സ്കെയിൽ 1 to 10. ടേബിൾ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ട് റോയുടെയും കോളത്തിൻ്റെയും ഹെഡിങ്സ് മാത്രം വായിക്കുക. മൈൽഡ് പെയിൻ, മോഡറേറ്റ് പെയിൻ, സിവിയർ പെയിൻ, റെക്കമെൻഡഡ് അനാൽജസിയ പാരസെറ്റാമോൾ ആൻഡ് ഇഫ് നീഡഡ് നാപ്രോക്സിൻ 250 mg 2 into ഡെയിലി. ഇത്രയുമാണ് നമ്മൾ സ്കിം ചെയ്തപ്പോൾ കിട്ടിയത്. സ്കിം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു 10 to 15 seconds എടുത്ത് നമ്മൾ ഇത് സ്കിം ചെയ്തതിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺസ് ആയിരുന്നു. ടെക്സ്റ്റ് ബി എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ ആയിരുന്നു. ടെക്സ്റ്റ് സി എന്ന് പറയുമ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് ഓഫ് ബേൺസ് ആണ്. ടെക്സ്റ്റ് ഡി എന്ന് പറയുമ്പോൾ അഡൾട്ട് അനാൽജസിസ് ഗൈഡ് ലൈൻസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മിനിമം 2 keywords എങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കണം. എന്തിനു വേണ്ടി ആണെന്ന് ചോദിച്ചാൽ, ഒരു കീവേഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാനും, ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 6 to 20 ആദ്യം ചെയ്തിട്ട് 1 to 5 ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺ ഇഞ്ചുറീസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റ്. അപ്പം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺ ഇഞ്ചുറി ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റ്. അപ്പം ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. അന്നേരം നമുക്ക് മനസ്സിലാവും ഏത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ആൻസറിലേക്ക് പോകുന്ന കീവേഡ് എന്ന് പറയുമ്പോൾ ബേൺ ഇഞ്ചുറി ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റ്. എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് എയിൽ പോകുന്നു. നമ്മൾ ഫസ്റ്റ് ലൈൻ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? ബേൺ ഇഞ്ചുറീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഹൗ മച്ച് ടിഷ്യൂ ഡാമേജ് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ടിഷ്യൂ ഡാമേജ് ആണ്. അതിനകത്ത് ഹൗ മച്ച് എന്നുള്ളതിനെ ക്വസ്റ്റ്യനിൽ പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നത് എമൗണ്ട് ഓഫ് എന്നാണ്. മോൺ ടു ടെക്സ്റ്റ്, മോൺ ടു ക്വസ്റ്റ്യൻ number 7. Patients recovering from third degree burns are likely to experience a great deal of shrinkage and dash of their skin. അപ്പം ഇവിടെ നമ്മൾക്ക് തേർഡ് ഡിഗ്രി ബേൺസ് എന്നൊരു വേർഡ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെക്സ്റ്റ് എയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആൻസറിലേക്ക് നയിക്കുന്ന കീവേഡ് ഏതാണ്? ഗ്രേറ്റ് ഡീൽ ഓഫ് ശ്രിങ്കേജ് ആൻഡ് ഡാഷ് ഓഫ് ദെയർ സ്കിൻ എന്നാണ് കിടക്കുന്നത്. അപ്പം തേർഡ് ഡിഗ്രി ബേൺസിൻ്റെ അണ്ടറിൽ ശ്രിങ്കേജ് ആൻഡ് ഡാഷ് ഓഫ് ദെയർ സ്കിൻ എന്നുള്ളത് നോക്കുന്നു. തേർഡ് ഡിഗ്രി ബേൺസ്
അതിനകത്ത് ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് തന്നിരിക്കുന്നുണ്ടോ, ഹീലിംഗ് അസോസിയേറ്റഡ് വിത്ത് കൺസിഡറബിൾ കൺട്രാക്ഷൻ ആൻഡ് സ്കാറിങ്. അപ്പം കൺട്രാക്ഷൻ എന്നാണ് നമ്മുടെ ശ്രിങ്കേജിന് സിനോണിംസ് കൊടുത്തിരിക്കുന്നത്. ആൻസർ എന്ന് പറയുമ്പോൾ സ്കാറിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഷുഡ് കൂൾ ബേൺ ഇഞ്ചുറീസ് ബൈ ടേക്കിംഗ് ഓഫ് എനി ഡാഷ് ഓർ ജ്വല്ലറി ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് വിയറിങ്. അപ്പം ബേൺ ഇഞ്ചുറീസ് ബൈ ടേക്കിംഗ് ഓഫ് എനി ഡാഷ് ഓർ ജ്വല്ലറി ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് വിയറിങ്. കൂൾ ബേൺ ഇഞ്ചുറീസ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂൾ ബേൺ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിനകത്തായിരിക്കും വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് സി ആണ്. ഇനി നമ്മുടെ ആൻസറിലേക്ക് നയിക്കുന്നത് ടേക്കിംഗ് ഓഫ് എനി ഡാഷ് ഓർ ജ്വല്ലറി. നമ്മൾ ജ്വല്ലറിയും മറ്റെന്തോ സാധനവും റിമൂവ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളുടെ ടെക്സ്റ്റ് സിയിലോട്ട് പോകുന്നു. കൂളിങ്ങിൻ്റെ മൂന്നാമത്തെ പോയിൻ്റാണ് കൂളിംഗ്. റിമൂവ് ജ്വല്ലറി ഓർ ഹോട്ട് ക്ലോത്തിങ്. അപ്പം ജ്വല്ലറി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഹോട്ട് ക്ലോത്തിങ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വെൻ കൂളിംഗ് ദ വൂണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡു നോട്ട് പുട്ട് ദ പേഷ്യൻ്റ് അറ്റ് റിസ്ക്. പിന്നെയും നമ്മൾ കൂളിംഗ് ദ വൂണ്ട് എന്ന് കണ്ടു. അപ്പം നമുക്ക് മനസ്സിലായി ഇത് മാനേജ്മെൻ്റ് ആണ്. ടെക്സ്റ്റ് സി ആണ്. ഇതിനകത്ത് എന്താണ് ചോദിക്കുന്നത്, പുട്ട് ദ പേഷ്യൻ്റ് അറ്റ് റിസ്ക് ഓഫ്. പേഷ്യൻറ്റിനെ എന്തിൻ്റെ റിസ്കിലോട്ടാണ് ഇത് നയിക്കുന്നത്? പേഷ്യൻ്റ് ഡു നോട്ട് പുട്ട് ദ മേക്ക് ഷുവർ ദേ ഡു നോട്ട് പുട്ട് ദ പേഷ്യൻ്റ് അറ്റ് റിസ്ക് ഓഫ്. പേഷ്യൻറ്റിനെ എന്തോ ഒരു റിസ്കിലോട്ട് നയിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. കൂളിങ്ങിനകത്ത് നോക്കുന്നു. കൂൾ ദ വൂണ്ട് നോട്ട് ദ പേഷ്യൻറ്റ് ടേക്കിംഗ് കെയർ നോട്ട് ടു കോസ് ഹൈപ്പോതെർമിയ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഹൈപ്പോതെർമിയ. 11th question, the patient may require a dash booster depending on when they were last immunized. Patient may require a dash booster depending on when they were last immunized. അപ്പം ബൂസ്റ്ററിൻ്റെ കാര്യവും ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യവും ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മാനേജ്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സി ആണ്. പേഷ്യൻറ്റ് മേ റിക്വയർ എ ഡാഷ് ബൂസ്റ്റർ. എന്തിൻ്റെ ബൂസ്റ്ററാണ് പേഷ്യൻറ്റിന് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് 5th പോയിൻ്റായിട്ട് കൊടുത്തപ്പോണ്ട് ചെക്ക് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് ആൻഡ് അപ്ഡേറ്റ് ടെറ്റനസ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ടെറ്റനസ്. യു ഷുഡ് കൺസിഡർ ലീവിങ് ഡാഷ് അൺഡിസ്റ്റർബ്ഡ് ആസ് ദീസ് മേ ഹെൽപ്പ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അത് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. യു ഷുഡ് കൺസിഡർ ലീവിങ് ഡാഷ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് സിയിലോട്ട് പോകുന്നു. അതിനകത്ത് പറയുന്നുണ്ട് സം സജസ്റ്റ്. 7ാമത്തെ പോയിൻറ്റിനകത്ത് എ എന്ന് കൊടുത്തേക്കുന്നതാണ്. സം സജസ്റ്റ് ലിവിങ് ഇൻടാക്ട് ബിക്കോസ് ദ ബ്ലിസ്റ്റർ ആക്ട് ആസ് എ ബാരിയർ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് അതേഴ്സ് ഡിബ്രൈഡ് ഓൾ ബ്ലിസ്റ്റേഴ്സ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബ്ലിസ്റ്റേഴ്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, യു ഷുഡ് അപ്ലൈ ഓയിൻമെൻറ്റ്സ് കണ്ടെയ്നിങ് ഡാഷ് ടു ഓൾ ഡീപ്പർ ബേൺസ്. അപ്പം അപ്ലൈ ഓയിൻമെൻറ്റ്സ് അതൊരു മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ടെക്സ്റ്റ് സി ആണെന്ന് മനസ്സിലായി. ഓയിൻമെൻറ്റ്സ് കണ്ടെയ്നിങ് ഡാഷ് എന്നാണ് നമ്മുടെ ആൻസറിലോട്ട് നയിക്കുന്ന കീവേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നോക്കുന്നു. 8ാമത്തെ ബുള്ളറ്റ് പോയിൻറ്റ്സ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇൻ ദ ഫോം ഓഫ് ഓയിൻമെൻറ്റ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആൻറ്റിബയോട്ടിക്സ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ കേസ് ഓഫ് എ മിക്സഡ് ഡെപ്ത് ബേൺസ് വാട്ട് ഫാക്ടർ ഡിറ്റർമിൻസ് ദ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഗിവ്. ഇപ്പോൾ മിക്സഡ് ഡെപ്ത് ബേൺസ് എന്നുള്ളൊരു വേർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ടെക്സ്റ്റ് എയിൽ നിന്നുള്ളതാണെന്നുള്ളത്. വാട്ട് ഫാക്ടർ ഡിറ്റർമിൻസ് ദ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഗിവ്. എന്ത് ഫാക്ടറാണ് ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഗിവ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം മിക്സഡ് ഡെപ്തിൻ്റെ അണ്ടറിൽ നോക്കണം. മിക്സഡ് ഡെപ്തിനകത്ത് ദ ക്ലിനിഷ്യൻ ഷുഡ് എസ്റ്റിമേറ്റ് ദ ആവറേജ് ഡെപ്ത് ബൈ ദ അപ്പിയറൻസ് ആൻഡ് ദ presence of sensation. Local treatment to give. അവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്?
In case of mixed depth burn, what factor determines the local treatment to give? Resuscitation should be based on the total of second and third degree burns, and the local treatment should be based on the burn thickness at any specific site. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? തിക്നെസ് എന്നാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ട്രൈസ് റെക്കമെൻഡഡ് ഫോർ അറ്റാച്ചിങ് എ ഡ്രിപ്പ് അറ്റ് ദ സീൻ ഓഫ് ബേൺസ് ഇൻസിഡൻറ്റ്? മാക്സിമം നമ്പർ ഓഫ് ട്രൈസ് റെക്കമെൻഡഡ് ഫോർ അറ്റാച്ചിങ് എ ഡ്രിപ്പ് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ്റെ അതിനകത്തായിരിക്കും അത് വരുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബിയിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ട്രൈസ്? മാക്സിമം നമ്പർ ഓഫ് ട്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളവിടെ ഫ്ലൂയിഡ് റെസിസിറ്റേഷനകത്ത് പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇഫ് ദ ബേൺ ഏരിയ ഈസ് ഓവർ 50% ഓഫ് ദ total body surface area in adults or 10% in children, intravenous fluid should be started as soon as possible on scene, although transfer should not be delayed by more than 2 cannulation attempts. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 2. മാക്സിമം നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ 2. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് റെസിസിറ്റേഷൻ ഫ്ലൂയിഡ് ഷുഡ് എ ചൈൽഡ് റിസീവ് പെർ കിലോ ഓവർ 20 kg? Resuscitation fluid should a child receive per kilo over 20 kg എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റെസിസിറ്റേഷൻ ഫ്ലൂയിഡിൻ്റെ കാര്യമാണ്. ടെക്സ്റ്റ് ബി ആണ് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നിന്ന് എന്താണ് ഹൗ മച്ച് റെസിസിറ്റേഷൻ ഫ്ലൂയിഡിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഗിവ് 100 ml per kg ഫോർ ദ ഫസ്റ്റ് 10 kg ബോഡി വെയ്റ്റ് പ്ലസ് 50 ml per kg ഫോർ ദ നെക്സ്റ്റ് 10 kg ബോഡി വെയ്റ്റ് പ്ലസ് 20 ml per kg ഫോർ ഈച്ച് എക്സ്ട്രാ കെ ജി. ഈച്ച് എക്സ്ട്രാ കെ ജിക്ക് എത്രയാണ്? 20 ml ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20 ml ആണ്. ഇനി 17th ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ബിഫോർ അറ്റാച്ചിങ് എ ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ ഡ്രിപ്പ് ടു എ 9-year-old ബേൺസ് പേഷ്യൻറ്റ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ബോഡി നീഡ്സ് ടു ബി അഫക്റ്റഡ്? അപ്പം ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ എന്ന വേർഡ് കണ്ട് നമുക്ക് മനസ്സിലായ ടെക്സ്റ്റ് ബി ആണെന്നുള്ളത്. ഡ്രിപ്പ് ടു എ 9-year-old ബേൺ പേഷ്യൻറ്റ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ബോഡി നീഡ്സ് ടു ബി അഫക്റ്റഡ്? അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബിയിൽ പോയിട്ട് പെർസെൻറ്റേജ് ഉള്ളത് എവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇഫ് ദ ബേൺ ഏരിയ ഈസ് ഓവർ 50% ഓഫ് ദ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ഇൻ ദ അഡൾട്ട്സ് ഓർ 10% ഇൻ ചിൽഡ്രൻ. അപ്പം എ 9-year-old ബേൺ പേഷ്യൻ്റ് എന്നുള്ളതിന് ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ചിൽഡ്രൻ എന്നാണ്. നമ്മുടെ ആൻസർ അപ്പോൾ എന്താണ് വരുന്നത്? 10%. 18ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അഡീഷണൽ അനാൽജസിക്സ് ഈസ് റെക്കമെൻഡഡ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഫോർ പേഷ്യൻറ്റ് വിത്ത് മോഡറേറ്റ് ലെവൽ ഓഫ് പെയിൻ? അപ്പോൾ എന്ത് അഡീഷണൽ അനാൽജസിക് ഈസ് റെക്കമെൻഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനാൽജസിയയുടെ കാര്യം പറയുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ഡിയിലാണ്. അപ്പം റെക്കമെൻഡഡ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഫോർ എ പേഷ്യൻ്റ് വിത്ത് മോഡറേറ്റ് ലെവൽ ഓഫ് പെയിൻ. മോഡറേറ്റ് പെയിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കുന്നു. റെക്കമെൻഡഡ് അനാൽജസിയ ഇൻ അഡീഷണൽ കോളം 1 സെക്കൻഡ് വരുമ്പോൾ ട്രാമഡോൾ. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? എന്ത് അഡീഷണൽ അനാൽജസിക്സ് ആണ്? ട്രാമഡോൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് റൂട്ട് ഷുഡ് ബി യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഐബുപ്രഫൻ ടു എ ചിൽഡ്രൻ? ഏത് റൂട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിൽഡ്രന് ഐബുപ്രഫൻ കൊടുക്കുന്നത്. അപ്പോൾ ഐബുപ്രഫൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് ഇതൊരു അനാൽജസിക് ആണ്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡി ആണ്. ഐബുപ്രഫൻ എവിടെയാണ്? ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐബുപ്രഫൻ 2.5 to 10 mg per kg, മാക്സിമം ഓഫ് 600 mg, 6 to 8 hourly ഓറലി. അപ്പം നമ്മുടെ റൂട്ടല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓറലി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹൗ ലോങ് ഷുഡ് എ പേഷ്യൻസ് പെയിൻ റിലീഫ് റെജീം ബി റീ ഇവാലുവേറ്റഡ്? അപ്പം എന്താണ്, എത്ര നേരത്തിന് ശേഷമാണ് പെയിൻ റീ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെയിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ഡി ആണ്. നമ്മൾ ആ പാരഗ്രാഫിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ആഫ്റ്റർ 72 hours എന്ന് കിടപ്പുണ്ട് അല്ലേ. അനാലിസിസ് ഷുഡ് ബി റിവ്യൂഡ് ആഫ്റ്റർ 72 hours. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 72 hours. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് 1 to 5 കൂടെ ഉണ്ട് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
ഏജ് റിലേറ്റഡ് കൺസിഡറേഷൻ ഫോർ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബേൺ ഇഞ്ചുറീസ്. അപ്പം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് കണ്ടത്? ഫ്ലൂയിഡ് റെസിസിറ്റേഷനകത്താണ് അല്ലേ? അഡൾട്ടിന് എങ്ങനെയാണ്, ചിൽഡ്രൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മോർ ദാൻ 2 cannulation attempts for physiological reasons the threshold is closer to 10% in the elderly greater than 16 years. അപ്പോൾ ഏജിൻ്റെ കാര്യമൊക്കെ കൂടുതലും പറഞ്ഞേക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ബിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റിസ്ക് ഇൻവോൾവ് ഇൻ സർട്ടൻ ട്രീറ്റ്മെൻറ്റ്സ്. റിസ്ക് ഇൻവോൾവ്, നമ്മളത് റിസ്കിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തതാണ്. അപ്പം നമുക്കറിയാം ടെക്സ്റ്റ് സിയിലാണ്, ആ മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ്. ഒരു ഹൈപ്പോതെർമിയയുടെ റിസ്കിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പം നമ്മുടെ ആൻസർ ടെക്സ്റ്റ് സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ കാര്യം, അതായത് അനാൽജസിക്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ഡി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി. ട്രീറ്റ്മെൻറ്റ് ഇൻഫോംഡ് ബൈ പേഷ്യൻ്റ് സെൽഫ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റിൻ്റെ കാര്യം ഒക്കെ പറയുന്നത് എവിടെയാണ്? അതും ടെക്സ്റ്റ് ഡിയിലാണ് അല്ലേ. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് ഷുഡ് ബി ഗൈഡഡ് ബൈ ഇൻഡിവിജ്വൽ കേസ് ആൻഡ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് ടെക്സ്റ്റ് ഡിയിലാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു കാറ്റഗറൈസ് ദ സിവിയറിറ്റി ഓഫ് ബേൺ. ഒരു ബേണിൻ്റെ സിവിയറിറ്റി എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? കാറ്റഗറൈസേഷൻ എവിടെയാണ് വരുന്നത്? ടെക്സ്റ്റ് എയിലാണ്. അപ്പം നമ്മുടെ ആൻസർ എവിടെയാണ് വരുന്നത്? ടെക്സ്റ്റ് എ എന്ന് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എ പാർട്ടിനെ ക്രാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ എക്സാമിന് പോയിരുന്ന് ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പം 6, 7 നമ്മൾ നോക്കി നമുക്ക് പെട്ടെന്ന് കിട്ടി, നമ്മളത് ആൻസർ എഴുതി കഴിഞ്ഞ് 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാതെ 8ാമത്തേത് അങ്ങ് ലീവ് ചെയ്യുക. എന്നിട്ട് 9 ചെയ്യുക. 9 നോക്കി കിട്ടി, 10 കിട്ടി. അങ്ങനെ നമ്മൾ 20 വരെ ചെയ്തു, 20യും കിട്ടി. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ടൈം ഒരു 2 മിനിറ്റ്സോ അല്ലെങ്കിൽ 3 മിനിറ്റ്സോ ഉണ്ടെന്ന് വെക്കുക. അപ്പം നമ്മൾ ആ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. 8ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് എത്ര വായിച്ചിട്ടും ഏത് പാരഗ്രാഫാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ OETയുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള ടെക്സ്റ്റുകളെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അവർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്തിട്ടായിരിക്കും അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ ചോദിച്ചിട്ടാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മീൻസ് ഇപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം എടുത്തേക്കുന്നത് ബിയിൽ നിന്നാണ്, ടെക്സ്റ്റ് ബിയിൽ നിന്നാണെങ്കിൽ 6, 7, 8 മിനിമം ഒരു 4 ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതായത് മിക്സ് ചെയ്ത് വരാറില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിയിലെ എല്ലാ ക്വസ്റ്റ്യനും അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ടെക്സ്റ്റ് അവർ സെലക്ട് ചെയ്യുന്നത്. അത് ബിയും സി അങ്ങനെയുള്ള ഓർഡറിലായിരിക്കത്തില്ല. ഇപ്പം 6, 7, 8, 9 ബി ആണ് എടുത്തതെങ്കിൽ അടുത്തത് ചിലപ്പോൾ അവർ ഡി ആയിരിക്കും അല്ലെങ്കിൽ എ ആയിരിക്കും. പക്ഷേ എടുക്കുന്ന ഒരു ടെക്സ്റ്റിൽ നിന്നുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ടെക്സ്റ്റിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് 6, 7 കിട്ടിയത് ഇപ്പം നമ്മൾക്ക് ബി ആണെന്ന് വെക്കുക, ബിയിൽ നിന്നാണെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് 8ാമത്തത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല, ഏത് ടെക്സ്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ 6, 7 കിട്ടിയത് എവിടെ നിന്നാണ്? ബിയിൽ നിന്നാണ്. അപ്പം നമ്മൾ 8ാമത്തത് ബി തന്നെ ഒന്ന് സെർച്ച് ചെയ്യുക. ബിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 9ാമത്തത് എവിടെ നിന്നാണ് കിട്ടിയേക്കുന്നതെന്ന് നോക്കുക. 9ാമത്തത് കിട്ടിയേക്കുന്നത് ഇപ്പം സിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് സി ആണ്. സി നോക്കുക, അപ്പോൾ സിയിൽ കാണും. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഈ OETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെറ്റീരിയൽസ് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് എത്രത്തോളം ആപ്റ്റായിട്ട് വരും എന്നറിയില്ല. ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും അവർ എക്സാം ക്വസ്റ്റ്യനും ഇടുന്നത്. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ ക്വസ്റ്റ്യൻ ഏത് ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചേക്കുന്നതെന്ന് നോക്കുക. അതിനകത്ത് ആ ടെക്സ്റ്റിലില്ല എങ്കിൽ താഴത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ടെക്സ്റ്റ് നോക്കുക. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇത് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും 6, 7, 8 ഇത് ഇത്രയും ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ടെക്സ്റ്റ് എയിൽ നിന്നാണ്.
അടുത്തതെന്ന് പറയുമ്പോൾ 9, 10, 11, 12, 13 ഇത്രയും ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ടെക്സ്റ്റ് സിയിൽ നിന്നാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷമാണ് അടുത്ത ടെക്സ്റ്റിലോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഇതിനകത്തൊരു മാറ്റം വന്നത് 14ാമത്തത് എയിൽ നിന്നാണ്. ബാക്കി 15, 16, 17 ഇത്രയും ബിയിൽ നിന്നാണ് വന്നേക്കുന്നത്. പിന്നെ 18, 19, 20 ഡിയിൽ നിന്നാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. നിങ്ങളിങ്ങനെ ഒരു 12 മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഒരു 13 മിനിറ്റ്സിലോ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ കഴിവും കൂടുന്നതായിരിക്കും. അപ്പം ഒരു വട്ടം കിട്ടിയില്ല എന്നും പറഞ്ഞു മാറ്റി വെക്കുക അല്ല ചെയ്യേണ്ടത്, വീണ്ടും വീണ്ടും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 നേടാൻ കഴിയും. താങ്ക് യു.